ആ ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മാവിൻ്റെ നേരിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടിയ സ്ഥലമായിട്ടാണ് ആ നാട്ടുകാർ വിശ്വസിച്ചിരുന്നത്. കാടും മേടും ഒക്കെ നടന്ന് കീരിപ്പഴം, ഞാറപ്പഴം, കദളിപ്പഴം, അങ്ങനെ കുറേ തൊടലിപ്പഴം, ഇങ്ങനെ കുറേ പഴങ്ങളൊക്കെ പറിച്ച് കാടുകളൊക്കെ കൂടി നടന്ന് അന്നൊന്നും ഒരു പേടിയില്ല. പാമ്പിനെ പേടിയില്ല, മനുഷ്യനെ പേടിയില്ല. അങ്ങനെ ഞങ്ങൾ വളരെ സ്വതന്ത്രമായിട്ട് അങ്ങനെ വിഹരിക്കുവാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ക്രിസ്മസ് വന്നാലും പെസഹ വന്നാലും ഈസ്റ്റർ വന്നാലും വിഷു വന്നാലും ഓണം വന്നാലും എല്ലാം നാട്ടുകാരുടെ ഒരു ഉത്സവമായിരുന്നു. ഈ ടൈപ്പ് 5 ക്വാർട്ടേഴ്സാണ് ടീച്ചേഴ്സിന് തന്നെയെന്ന്. ആ ടൈപ്പ് 5 ക്വാർട്ടേഴ്സിൽ നിന്ന് ദിവസവും ഏലൂർ വരെ പോവും. അന്ന് ഒരു ബസ്സേ ഉള്ളൂ കേട്ടോ. EBT എന്നോ മനോരമയിൽ നീണ്ട കഥ വരും. അതിൻ്റെ അകത്ത് ചില ഫോട്ടോസ് കൊടുക്കും. അപ്പോൾ ഈ EBTയിലെ ഡ്രൈവറായിരുന്നു അതിനകത്ത് ഫോട്ടോയിൽ താടിക്കാരൻ മനുഷ്യൻ. അത്തലക്കാട്ട് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് എന്നാണ് പറഞ്ഞത്. അത് എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് തനിക്ക് മാത്രമല്ല പ്രേമം, എനിക്ക് പ്രേമം ഉണ്ടായിരുന്നു. എന്നെ പ്രേമിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ കെട്ടില്ല എന്ന് പറഞ്ഞതും ഞാൻ പിന്നെ എൻ്റെ കല്യാണം കഴിയുമ്പോൾ പുള്ളി ഓർത്താൻ നിന്നെ കെട്ടിച്ചെന്നാൽ പിന്നെ ഞാൻ എന്തിനായിട്ടായിരിക്കുന്നു പുള്ളി പോയി കെട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മ്യൂച്വൽ. ബിക്കോസ് അങ്ങനെ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ പറയാം കേട്ടോ. അപ്പം ഞാൻ ആ വാതിൽക്കൽ നിൽക്കുമ്പം ഒരു മനുഷ്യൻ കയറി വരും. ഞാൻ പറഞ്ഞു ഇയാളെ എങ്ങാണ്ട് രമേശ് ചെന്നിത്തല. അപ്പം ഞാൻ അവിടെ ചുമ്മാതെ ഒരു ഗുഡ് മോർണിംഗ് സാർ, മോസ്റ്റ് വെൽക്കം ടു അവർ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്ന് പറയാം. എന്നെ ആരും ഏൽപ്പിച്ചൊന്നും അല്ല കേട്ടോ. അവിടെ എങ്ങാണ്ട് ഞാൻ പെട്ടുപോയതാണ്. പുള്ളി കയറി വന്നിട്ട് ആൻറ്റി എന്ന് വിളിച്ചു. ആൻറ്റി എനിക്ക് HMൻ്റെ റൂം ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ആയില്ലെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ടേ. അയ്യോ രമേശ നീ എന്നാടാ ഇവിടെ എന്ന് ചോദിച്ചാൽ ഇതുങ്ങൾ ഭയങ്കര കൂട്ട്. അവരേതാണ്ട് വലിയ ബന്ധം പണ്ടേ ഉണ്ട്. അന്നത്തേക്ക് രമേശ് ചെന്നിത്തല എൻ്റെ ഹസ്ബൻഡ് ദിസ് മാഡം ബ്രോട്ട് മീ ഹിയർ. ഇയാളൊന്നും വേണ്ടിയില്ല, അതെൻ്റെ വെമ്പർന്നോത്തിയാന്ന് നിങ്ങളൊന്നും പറയണ്ടേ. ഞാൻ കൊണ്ടാക്കി വെച്ച് ഞാൻ എൻ്റെ വഴിക്ക് പോയി. ഒരിടത്ത് പിന്നെ ഹൈലൈറ്റ് ചെയ്യില്ല. PVSൽ കിടക്കുന്ന ആളും ഈ കരിങ്ങാശ്ര വീട് തമ്മിൽ ഇത്രയും ദൂരമുണ്ട്. ഹൗ ക്യാൻ ഐ ഹിയർ ഹിം? എനിക്ക് കേൾക്കാം, എനിക്ക് കാണാം. എന്നോട് ഇങ്ങനെ പറയുന്നേ. കൊച്ചുമോനോട് പറയുന്ന അതേ സമയത്ത് ഇത്രയും പേര് വന്നിട്ടുണ്ട്. അവനോട് പറയുന്നത് പപ്പയെ കൊണ്ടുപോകാനെന്ന് കേട്ടോ. ബോഡി കൊണ്ടുവന്നിട്ട് ഞാൻ ചെയ്തതെന്താ പറയുക, കണ്ണടച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ട എന്നും പറഞ്ഞിട്ട് ആ ബോഡിയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ 3 കുരിശ് വരച്ചു കണ്ണടച്ച് പിടിച്ചോണ്ട്. ഞാൻ തിരിച്ചെൻ്റെ റൂമിൽ വന്നിരുന്നു. ഞാൻ കഥ അടച്ചു, കൊളുത്തിട്ട് ഞാൻ പറഞ്ഞു ഒരൊറ്റ ആൾ എൻ്റെ അടുത്തോട്ട് വരരുത്, എനിക്ക് ആരെയും കാണണ്ട, ആരോടും സംസാരിക്കണ്ട,